إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നാം ചെയ്താൽ അതിന്റെ വിപത്തുകൾ നാം തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പാപങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ നിന്ന് പാപങ്ങൾ സംഭവിച്ചാൽ ആ പാപങ്ങളുടെ അനന്തരഫലം അത് നമുക്ക് തന്നെ ഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നാം അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഏതൊരു വിഷയവും, ചെറുതാവട്ടെ വലുതാകട്ടെ, ആ വിഷയത്തിൽ അതിന്റെ അനന്തരഫലം കഠിനമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനെ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഉപദേശിക്കാറുണ്ടായിരുന്നു. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, നീ ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപം ചെറുതാണോ വലുതാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നീ ധിക്കരിക്കുന്നത് ആരെയാണെന്നാണ് നീ ചിന്തിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീനിനെ നീ ധിക്കരിക്കുന്നു. നിനക്ക് ഈ ഭൂമിയിൽ എല്ലാം സംവിധാനിച്ചു തന്നിരിക്കുന്ന അല്ലാഹുവിനെയാണ് നീ ധിക്കരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങളിൽ നിന്ന് നാം അകന്നു നിൽക്കുക. പാപങ്ങളുടെ ദുഷ്യഗുണം അത് നമ്മുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കതീർ. നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന മുസീബത്തുകൾ, വിപത്തുകൾ, അതിന്റെ പ്രധാന കാരണം അത് നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. നിങ്ങൾ പാപങ്ങൾ ചെയ്യുമ്പോൾ, അല്ലാഹുവിനെ ധിക്കരിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ള സമാധാനത്തിൽ അത് വന്നു ഭവിക്കുകയും അതിനെ കുഴപ്പത്തിലാക്കുകയും ചെയ്യുമെന്ന് സലഫുകൾ പറയാറുണ്ട്. ഇമാം ഇബ്നു അസാകിർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ താരീഖു ദിമശ്കിൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം, ഇന്നി ലഅഅസില്ലാഹ് ഫഅഅരിഫു ദാലിക ഫീ ഖാദിമി വഫീ ഹിമാരി വഫീ ദാബതി എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്. അദ്ദേഹം പറയുന്നു, ചിലപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിന്റെ മോശമായ ഗുണം എനിക്ക് എന്റെ ഭാര്യയിൽ, അല്ലെങ്കിൽ എന്റെ വാഹനങ്ങളിൽ, എന്റെ വീടുകളിൽ, എന്റെ മറ്റു ബന്ധങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കാറുണ്ടായിരുന്നു എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നതായി ഇമാം ഇബ്നു അസാകിറും ഇബ്നു കസീറും ഒക്കെ അദ്ദേഹത്തെ തൊട്ടുദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നാം ചിന്തിക്കുക സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഭാര്യയുമായുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന പരാതി മാതാപിതാക്കൾക്കുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഏത് വിപത്തുകളായിക്കൊള്ളട്ടെ, അതിനുള്ള കാരണം നമ്മുടെ പാപങ്ങളാകാൻ സാധ്യതയുണ്ട്. ശരീഅത്ത് അതുകൊണ്ടാണ് പാപങ്ങളെ തൊട്ടകന്നു നിൽക്കാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. പാപങ്ങൾ, അതിന്റെ വിപത്ത് വളരെ കഠിനമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുവിന്റെ കൽപ്പന അദ്ദേഹം ധിക്കരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ, ഫഅസല്ലഹുമ അശ്ശൈത്താനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീ. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് അല്ലാഹു കൽപ്പിച്ചു, ഇന്ന കാര്യം നീ ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിൽ നിന്ന് ആ പിഴവ് സംഭവിച്ചു പോയി. പിന്നീട് അദ്ദേഹത്തിന് അല്ലാഹു മാപ്പ് നൽകി. പക്ഷേ ആ പിഴവ് സംഭവിച്ചപ്പോൾ അത് കാരണത്താൽ അല്ലാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല, ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരൊറ്റ പാപം കാരണത്താലാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻ. അല്ലാഹു ചോദിച്ചു, ആദമിന് സുജൂദ് ചെയ്യാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ എന്തായിരുന്നു നിനക്ക് തടസ്സം? ഇബ്ലീസ് പറഞ്ഞു,
അന ഖൈറും മിൻ, ആദമിനേക്കാൾ നല്ലത് ഞാനാണ്. ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, എന്നെ നീ പടച്ചിരിക്കുന്നത് തീ കൊണ്ടാണെങ്കിൽ ആദമിനെ നീ പടച്ചത് കളിമണ്ണ് കൊണ്ടാണ്. കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവനേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും നല്ലത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആദമിന് സുജൂദ് ചെയ്യില്ല എന്ന് അള്ളാഹുവിന്റെ വഹീന് മുമ്പിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്ലീസ് അവന്റെ ബുദ്ധി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മുഖ്തസറു സവാഇഖൽ മുർസല എന്ന കിതാബിൽ പറഞ്ഞത്, ബുദ്ധിയെ അള്ളാഹുവിന്റെ കൽപ്പനയേക്കാൾ സ്ഥാനം നൽകണമെന്ന് ആദ്യമായി ഭൂമിയിൽ കൊണ്ടുവന്ന ആശയം അത് അബൂ മുറയുടേതാണ്, അഥവാ പിശാചിന്റേതാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങൾ, അതിന്റെ ഗൗരവം നാം തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളില്ലാതിരിക്കാൻ നാം ശ്രമിക്കുക. അഥവാ എന്തെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന പാപങ്ങൾ എത്ര നിസ്സാരമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ ധിക്കരിക്കുന്നത് ആരെയാണ് എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കുക. ഇബ്ലീസ് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പന പാലിക്കാതെ അവൻ നിന്നപ്പോൾ അള്ളാഹു അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും അവനെ അള്ളാഹു ആട്ടി ഓടിക്കുകയും ചെയ്തതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പാപം നാം ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന വിപത്തുകൾ അത് നിസാരമല്ല. ഇന്ന് മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങൾക്കും കാരണം അവർ ചെയ്തിരിക്കുന്ന പാപങ്ങളാണ്. അതുകൊണ്ട് ഓരോരുത്തരും സ്വയം നഫ്സിനെ വിചാരണ ചെയ്യുക. ഞാൻ എത്രത്തോളം അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പാപങ്ങൾ സംഭവിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ സ്വന്തം കണ്ണിലെ പ്രശ്നങ്ങൾ കാണാൻ നാം തയ്യാറാവുക. മറ്റുള്ളവരുടെ കണ്ണിലെ കരടുകൾ നോക്കുന്നതിന് പകരം, അവരുടെ കണ്ണിൽ ബാധിച്ചിരിക്കുന്ന ചെറിയ ചെറിയ വിപത്തുകൾ കാണുന്നതിന് പകരം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ടോ, എന്റെ ജീവിതത്തിൽ എന്റെ നിസ്കാരം, എന്റെ കച്ചവടം, എന്റെ ഉമ്മയുമായുള്ള സമീപനം, എന്റെ വാപ്പയുമായുള്ള സമീപനം, എന്റെ മക്കളോട് ഞാൻ കാണിക്കേണ്ട മര്യാദകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ എത്രത്തോളം ഞാൻ റബ്ബിനെ അനുസരിക്കുന്നുണ്ട് എന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കുക. അതല്ലാതെ മറ്റുള്ളവരുടെ കുറവുകളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും അന്വേഷിച്ചല്ല നാം നടക്കേണ്ടത്. മറിച്ച് നമ്മുടെ തിന്മകൾ, നാം ചെയ്യുന്ന പിഴവുകൾ, അതിനെക്കുറിച്ച് നാം അന്വേഷിക്കുക. ഇങ്ങനെ പാപങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. സഹോദരങ്ങളെ, ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന പാപങ്ങൾ അത് രണ്ട് തരത്തിലാണ്. ഒന്ന് ചെറിയ പാപങ്ങൾ, മറ്റൊന്ന് വൻ പാപങ്ങൾ. ചെറിയ പാപങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ നിസാരവൽക്കരിക്കാനല്ല, മറിച്ച് വൻ പാപങ്ങളുടെ അപകടങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാനാണ് അത്തരത്തിലുള്ള വിഭജനങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. വൻ പാപങ്ങൾ ധാരാളമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വഹുവ ഇല 70 അഖറബ്, ചില റിവായത്തുകളിൽ വഹുവ ഇല 700 അഖറബ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചെറുപാപങ്ങൾ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് 700ഓളം ഉണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളെ നാം ഒഴിവാക്കുക, പ്രത്യേകിച്ച് വൻ പാപങ്ങളെ. അത്തരത്തിൽ ഇന്ന് സമുദായങ്ങളിൽ, നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. പാപങ്ങൾക്ക് ഈ രൂപത്തിൽ മോശമായ ശകുനമുള്ളതുപോലെ തന്നെ നന്മകൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ബറക്കത്ത് നമുക്ക് കാണാൻ സാധിക്കും. നാം പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാരിൽ അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ നാം നന്മകൾ ചെയ്താൽ അതിന്റെ നല്ല ഗുണം നമ്മുടെ വീട്ടുകാരിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, വിശ്വസിച്ചവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാതിനിധ്യം നൽകുന്നതാണ്. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഈ മതമനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിൽ പ്രധാനം വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, നിങ്ങൾക്ക് പേടിയുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിൽ, ഭരണകൂടത്തിന്റെ ഭീകരതകൾ നിങ്ങളെ അലട്ടുന്നു എങ്കിൽ, നിങ്ങൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഭയമുണ്ട് എങ്കിൽ, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, നിങ്ങൾക്ക് നിർഭയത്വം
അള്ളാഹു നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. അതിന്റെ നിബന്ധന എന്താണ്? യഅ്ബുദൂനനി ലാ യുശ്രിക് ബി ഷൈഅ ലാ യുശ്രികൂന ബി ഷൈഅ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. അങ്ങനെ റബ്ബിനെ മാത്രം ആരാധിച്ച് അവന്റെ കൽപ്പനകൾക്ക് വഴങ്ങി നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ, നല്ലവരായി നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ, അതിന്റെ നന്മകൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ശരീഅത്തിന്റെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതുപോലെ തെറ്റുകൾ, ചെറിയ പാപങ്ങളുണ്ട്, വലിയ പാപങ്ങളുണ്ട്. ചെറിയ പാപങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവയെക്കുറിച്ച് പറഞ്ഞതായി കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാതുൽ ഖംസ്, 5 വക്ത് നിസ്കാരങ്ങൾ, ഒരു ദിവസം നാം നിർവഹിക്കുന്ന 5 നിസ്കാരങ്ങൾ, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെ, വൽ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെ, മുകഫിറാത്തുൽ ലിമാ ബൈനഹുൻ, അതിനിടയിൽ ഒരു അടിമ ചെയ്യുന്ന പാപങ്ങൾ മാപ്പാക്കാൻ മതിയായതാണ്. ഇദജ്തനബൽ കബായിർ, അവൻ വൻ പാപം ഒഴിവാക്കുകയാണ് എങ്കിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ഇന്ന് ജുമുഅ നിസ്കരിച്ചാൽ അടുത്ത ജുമുഅ നിസ്കാരം വരെ നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി കളയും. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ജുമുഅ നിസ്കരിക്കുന്നതോടുകൂടി കഴിഞ്ഞ ജുമുഅ മുതൽ ഇന്നത്തെ ജുമുഅ വരെ നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി കളയും. ഒരു നിബന്ധന എന്താണ്? ഇദജ്തനബൽ കബായിർ, വൻ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന നിബന്ധന. നിങ്ങൾ രാവിലെ ഫജ്ർ നിസ്കരിച്ചു, ഇപ്പോൾ ജുമുഅ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു, ഇതിനിടയിലുള്ള പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തരും. നിബന്ധന എന്താണ്? നിങ്ങൾ വൻ പാപങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ റമദാനിൽ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചു, വരാനിരിക്കുന്ന റമദാനിൽ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ അതിനിടയിൽ ചെയ്തിരിക്കുന്ന സകല ചെറിയ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എത്ര വലിയ കാര്യമാണ്! നാം പോലും പരിശ്രമിക്കാതെ, പ്രത്യേകിച്ച് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടാൻ നാം പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ കേവലം നിസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ആ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുവീഴ്ച നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എത്ര വലിയ വിശാലമാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റഹ്മത്ത്! എത്ര വലിയ വിശാലമാണ്! അള്ളാഹു ഇത്രയും റഹ്മത്ത് നമുക്ക് നൽകിയിട്ടും ഒരു വ്യക്തി നരകാവകാശിയായി തീരുന്നുവെങ്കിൽ അത് അവന്റെ മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വൻ പാപങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കണം. എന്താണ് വൻ പാപം? എങ്ങനെയാണ് വൻ പാപങ്ങൾ നാം മനസ്സിലാക്കുക? പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബുൽ ഖാസിം അൽ ബഗ്വി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജഅദിയാത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം, അല്ലമമു മാ ദൂനൽ ഹദ്ദൈൻ, ചെറിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ഹദ്ദിന് താഴെയുള്ള കാര്യങ്ങളാണ്. എന്താണ് 2 ഹദ്ദുകൾ? ഒരു പ്രവർത്തനം ചെയ്താൽ അത് ചെയ്യുന്നതോടുകൂടി ഭൂമിയിൽ ഇന്ന ശിക്ഷ നിനക്കുണ്ട് എന്ന് പ്രത്യേകമായി ഹദീസുകളിലോ ആയത്തുകളിലോ വന്നിട്ടുണ്ട് എങ്കിൽ അത് വൻ പാപമാണ് എന്നതിന്റെ സൂചനയാണ്. അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ അത് കാരണത്താൽ പരലോകത്ത് ഇന്ന ശിക്ഷ നിനക്കുണ്ട് എന്ന് പ്രത്യേകമായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നീ അകറ്റപ്പെടും എന്നെന്തെങ്കിലും സൂചനകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വൻ പാപമാണ് എന്നതിന്റെ സൂചനയാണ്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കട്ടവന്റെ കൈവെട്ടണം എന്നുള്ളത് ശരീഅത്ത് പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപനമാണ്. ഈ ഭൂമിയിൽ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ഒരു വ്യക്തി മോഷ്ടിച്ചാൽ, ശരീഅത്ത് പറയുന്ന ഒരു അളവിനപ്പുറം മോഷ്ടിച്ചാൽ അവന്റെ കൈകൾ വെട്ടിമാറ്റും. അത് ഇസ്ലാമിന്റെ വിധിയാണ്. അങ്ങനെ ആ ഒരു പ്രവർത്തനത്തിന്മേൽ ഭൂമിയിൽ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കപ്പെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധി വന്നതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു അത് വൻ പാപമാണ്. അപ്പോൾ കക്കുക എന്ന് പറയുന്നത്, മോഷ്ടിക്കൽ വൻ പാപമാണ്. വ്യഭിചരിച്ചവന്റെ തല വെട്ടണം, അവനെ കൊല്ലണമെന്ന്, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന് ശരീഅത്തിന്റെ അധ്യാപനം. അങ്ങനെ ഒരു വിധി വന്നതുകൊണ്ട് തന്നെ വ്യഭിചാരം വൻ പാപമാണ്. ഇനി പരലോകത്തെ വിഷയം നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിഅ്റാജിന് ഞാൻ ആകാശത്തേക്ക് പോയപ്പോൾ ചില ആളുകളെ കണ്ടു. അവർക്ക് പിച്ചളകൾ കൊണ്ടുള്ള നഖങ്ങളുണ്ട്. അവർ അവരുടെ ശരീരം മാന്തി പൊളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണിവർ? അവിടുന്ന് പറയപ്പെട്ടു, ഹൗലാഇൽ ലദീന യഖഊന ഫീ അഅറാദിൻ നാസ്, ജനങ്ങളുടെ അഭിമാനത്തിൽ സംസാരിക്കുന്നവരാണിവർ. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലഹും അൽഫാറും മിൻ നുഹാസിൻ യഖ്മുശൂന ബിഹാ സുദൂറഹും വവുജൂഹഹും, അവർക്ക് പിച്ചളകൾ കൊണ്ടുള്ള നഖങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടാകും. അവരുടെ മുഖങ്ങൾ അവർ കീറി പൊളിക്കും, അവരുടെ ശരീരം അവർ കീറി പൊളിക്കും. ഒരു ഭാഗം അത്തരത്തിൽ പൊളിക്കപ്പെട്ട് അത് ശരിയാകുമ്പോഴേക്ക്
ഒരു ഭാഗം അത്തരത്തിൽ പൊളിക്കപ്പെടുകയും അതിനുശേഷം അപ്പുറത്തെ ഭാഗം പൊളിച്ചു തുടങ്ങുമ്പോഴേക്ക് ഒന്നാമത്തെ ഭാഗം ശരിയാവും. ഇങ്ങനെ തുടർച്ചയായി ശിക്ഷ ലഭിക്കുന്ന ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർ ജനങ്ങളുടെ അഭിമാനത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ പണ്ഡിതന്മാർ പറയും, മറ്റുള്ളവരുടെ അഭിമാനത്തിൽ സംസാരിക്കുക എന്നുള്ളത് വൻ പാപമാണ്. ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നീ ചെയ്താൽ അതിന് ഭൂമിയിൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് ശരീഅത്ത് പഠിപ്പിച്ചാൽ നീ അറിയുക, അത് വൻ പാപമാണ്. അതുപോലെ തന്നെ പരലോകത്ത് അതിന് ഇന്ന ശിക്ഷയുണ്ട് എന്ന് പ്രത്യേകമായി വന്നാൽ അത് വൻ പാപമാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളമാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞ വാക്ക് അല്ലമമു മാ ദൂനൽ ഹദ്ദൈൻ, വൻ പാപം എന്ന് പറയുന്നത് ഈ 2 ഹദ്ദുകൾ വന്നിരിക്കുന്ന ഈ വാക്കാണ്. ഈ ഇബ്നു അബ്ബാസിൽ നിന്ന് പ്രത്യേകമായി ഒരു അസർ ദുർബലമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, ഇതാണ് മുൻഗാമികളൊക്കെ വൻ പാപങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, വൻ പാപങ്ങൾ അതിന്റെ ഗൗരവം നാം ശ്രദ്ധിക്കണം. വൻ പാപങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഉണർത്താം. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ വൻപാപങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ നാം എത്രയെത്ര നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു, പക്ഷെ നമ്മുടെ ചെറുപാപങ്ങൾ മാപ്പാക്കപ്പെടുകയില്ല. എത്രയെത്ര റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കുന്നു, പക്ഷെ നമ്മുടെ ചെറുപാപങ്ങൾ മാപ്പാക്കപ്പെടുകയില്ല. ചെറുപാപങ്ങൾ മാപ്പാക്കപ്പെടണമെങ്കിൽ വൻപാപങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നിബന്ധനയാണ്. സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് വൻ പാപങ്ങൾ ഒഴിവാക്കപ്പെടുകയില്ല എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. ഇബ്നു ബത്താൽ റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരിയുടെ ശർഹിലും ഇബ്നു റജബ് ലതായിഫുൽ മആരിഫിലും ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മുടെ വൻ പാപങ്ങളും നിലനിൽക്കും, ചെറിയ പാപങ്ങളും നിലനിൽക്കും. വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ ചെറിയ പാപങ്ങൾ നമ്മുടെ സാധാരണയുള്ള നിസ്കാരങ്ങളിലൂടെ അത് മാപ്പാക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വൻ പാപങ്ങളിൽ ഏറ്റവും വലിയ കാര്യം അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഷിർക്ക്, അതാണ് വൻ പാപങ്ങളിൽ ഏറ്റവും വലിയ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കുചേർക്കുന്നവർക്ക് പൊറുത്തു കൊടുക്കുകയില്ല. മറ്റെല്ലാ പാപങ്ങളും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പാക്കി നൽകുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്ക് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. മഹാന്മാരായ സഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഷിർക്ക് എന്നാൽ എന്താണ്? അവിടുന്ന് പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നിന്നെ പടച്ചിരിക്കുന്ന റബ്ബിനോട് നീ മറ്റുള്ളവരെ പങ്കാളികളായി വെക്കലാണ്. ആ റബ്ബിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ നീ മറ്റുള്ളവർക്ക് നൽകലാണ്. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. മറ്റുള്ളവരോട് നീ ദുആ ചെയ്താൽ അത് നീ ചെയ്യുന്നത് ഷിർക്കാണ്. സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകളാണ് ഷിർക്കിൽ അകപ്പെട്ടിരിക്കുന്നത്? എത്ര ആളുകളാണ് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിരിക്കുന്നത്? സമീപകാലം നമ്മുടെ നാട്ടിൽ വലിയൊരു സംഘടനയുടെ നേതാവിന്റെ സംസാരത്തിൽ വരുന്നു, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നാം ബദരീങ്ങളോട് ചോദിക്കും, നാം ബദരീങ്ങളോട് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നവർ. സഹോദരങ്ങളെ, ബദരീങ്ങൾ യുദ്ധം ചെയ്തത്, ബദർ യുദ്ധം നടന്നത് തൗഹീദിന് വേണ്ടിയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഷിർക്കുകൾ വ്യാപകമായത് കാരണത്താൽ അതിനെ ആളുകൾ നിസാരവൽക്കരിക്കാൻ വേണ്ടി തുടങ്ങി. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, അവസാന നാളായാൽ അമാനത്തുകൾ നഷ്ടപ്പെടും. സഹാബത്ത് ആശ്ചര്യപൂർവ്വം ചോദിക്കുന്നു, പ്രവാചകരെ, അമാനത്തുകൾ നഷ്ടപ്പെടുന്ന ഒരു കാലം വരാനുണ്ടെന്നോ? അവർക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഷിർക്ക് ഇത്രയും ലാളിത്യത്തിൽ ആളുകൾ കാണാൻ വേണ്ടി തുടങ്ങിയത് അത്രയും അധികം ഷിർക്കുകൾ വ്യാപിച്ചതുകൊണ്ടാണ്. സഹോദരങ്ങളെ, നാം എത്ര തന്നെ നന്മകൾ ചെയ്താലും, എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും, ഷിർക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ സകല നന്മകളെയും അത് ബാത്തിലാക്കി കളയും. പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, പ്രവാചകരെ, താങ്കളിൽ നിന്ന് ഷിർക്ക് സംഭവിച്ചാൽ താങ്കളുടെ അമലുകൾ അല്ലാഹു ബാത്തിലാക്കി കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഇബ്നു ജുദആൻ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജീവിച്ച വളരെയധികം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, ആളുകളെ സഹായിക്കുന്ന, അതിഥികളെ സൽക്കരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം സ്വർഗ്ഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഇന്ന നന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും റബ്ബിഗ്ഫിർലി ഖതിയതി എന്ന് പറഞ്ഞിരുന്നില്ല. അല്ലാഹുവേ, എന്റെ പാപങ്ങൾ നീ മാത്രം മാപ്പാക്കണം എന്ന് അദ്ദേഹം ദുആ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നരകത്തിന് അവകാശിയാണെന്ന്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ നിസാരമായി കാണാനുള്ള വിഷയമല്ല. നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ, നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ, നമ്മുടെ കുടുംബമിത്രാദികൾക്കിടയിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഷിർക്കിന്റെ അംശവുമായി നടക്കുന്നെങ്കിൽ അവർക്ക് നിങ്ങൾ ദീന് പറഞ്ഞു കൊടുക്കുക, റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക, അവരോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ അവരോട് മറ്റെന്ത് നന്മകൾ നാം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലുത് അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ്. അതുകൊണ്ട് തൗഹീദാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ നന്മ. ഏറ്റവും കഠിനമായ പാപം, ഏറ്റവും കഠിനമായ ഹറാം അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അതാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടുകളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. സമീപകാലം ഉണ്ടായിരിക്കുന്ന ഒരു തരീഖത്തിന്റെ ആളുകൾ അവർ പറയുന്ന വാദങ്ങൾ ലോകം നിയന്ത്രിക്കുന്നത് പോലും അല്ലാഹു അല്ല എന്ന് പറയുന്നു. അതിനവർ പറയുന്ന ഉദാഹരണങ്ങൾ വല്ലാഹി അവർ പറഞ്ഞ വാക്കുകൾ സഹോദരങ്ങളെ എത്രമാത്രം ഗൗരവപ്പെട്ടതാണ്. അവരിൽപ്പെട്ട ഒരു പ്രവാചകൻ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ സ്റ്റേജ് കെട്ടിക്കൊണ്ട് പറയുന്നു ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ്. എന്നിട്ട് അതിന് ഉദാഹരണം പറയുന്നു. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? നാം ഒരു വ്യക്തിക്ക് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്താൽ ആ മൊബൈൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കൊടുക്കപ്പെട്ട ആ വ്യക്തിയാണ്. അദ്ദേഹത്തിന് തോന്നുന്നത് പോലെ ചെയ്യാം. അങ്ങനെയാണ് ഈ ദുനിയാവിനെ, ഈ ലോകത്തെ അള്ളാഹു ഔലിയാക്കളിലേക്ക് നൽകിയത്. ആ പറഞ്ഞത് എത്ര വലിയ കുഫറിന്റെ വാദങ്ങളാണ്. അള്ളാഹുവിന് ഒരു പങ്കുമില്ല, ഇനിയൊക്കെ നിശ്ചയിക്കുന്നത് ഈ ഔലിയാക്കളാണ് എന്ന് പറയുന്ന വാദങ്ങൾ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഒരു കാരണവശാലും അത് കണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ അത് ജനങ്ങളിലേക്ക് നാം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ദീനാണ് സഹോദരങ്ങളെ യഥാർത്ഥ ദീൻ. അതല്ലാതെ നമ്മുടെ നാടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെ നാം കരുതിയിരിക്കുക. എത്രയെത്ര മോശപ്പെട്ട കാര്യങ്ങൾ അവർക്കിടയിൽ നമുക്ക് കാണാം. ബുർദ എന്ന പേരിൽ ഇന്ന് വ്യാപകമായി പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വീടുകളിൽ ബുർദ പാടുന്നവർ, അതിലുള്ള വാക്കുകളിൽ ചിലത് ഞാൻ പറയാം. അതിൽ നമുക്ക് കാണാം, ഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, എന്റെ സഹോദരങ്ങൾ ശരിക്ക് ചിന്തിക്കണം. വല്ലാഹി ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു സംഘടനയുടെ ആശയമല്ല. നിങ്ങൾ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയാൽ ഈ ഒരു ആശയമല്ലാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ബുർദയിൽ പറയുന്നത് എന്താ? ഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ. പ്രവാചകരെ, ഈ ഭൂമിയും പരലോകവും ആഖിറവും താങ്കളുടേതാണ്. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. താങ്കളുടെ ഇൽമിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ സകല ഇൽമും. അല്ലാഹുവിനെ അറിയുന്നെല്ലാം താങ്കൾക്കും അറിയാവുന്നതാണ്. അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂസ് അത് താങ്കളുടെ കീഴിലാണ് എന്നൊക്കെ പാടി പറയുമ്പോൾ, ഇത്രയുമേറെ ശിർക്കൻ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ അതിനെതിരെ നാം പറയണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വൈദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അല്ലാഹുവിനെ മാത്രം വിളിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അവന് മാത്രം ഇബാദത്തുകൾ നൽകണം എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ മനസ്സിൽ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. വൈദാ ദുകിറൽ ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും വലിയ വൻപാപം അത് ശിർക്ക് തന്നെയാണ്. രണ്ടാമതായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തിന്മയാണ് സിഹ്ർ എന്നുള്ളത്. ഇത് ഞാൻ ഉറച്ച ബോധ്യത്തോടുകൂടി പറയുന്നതാണ്. എത്രയെത്ര ആളുകളാണ് സഹോദരങ്ങളെ സിഹ്ർ കാരണത്താൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ സിഹ്ർ ചെയ്തു. എന്താണ് കാരണം? അദ്ദേഹം തൗഹീദ് സ്വീകരിച്ച കാരണത്താൽ ആ തൗഹീദിൽ നിന്ന് അകറ്റാൻ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ സിഹർ ചെയ്തു. ഇപ്പോൾ ആ ഉമ്മാക്ക് ഖേദമുണ്ട്, പക്ഷേ സിഹറിന്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായി നീങ്ങിപ്പോകുന്നില്ല. ആ സ്ത്രീ സിഹർ ചെയ്തതിനേക്കാളും വലിയ അത്ഭുതം, ഈ സിഹറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവർ, ആ സിഹർ ചെയ്യാൻ വേണ്ടി മാറിയിരിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബസ്സാർ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ലൈസ മിന്നാ മൻ സഹറ ഔ സുഹിറ ലഹ്. സിഹർ ചെയ്യുന്നവനും സിഹർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നവനും ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടും എത്രയെത്ര ആളുകളാണ് സഹോദരങ്ങളെ സിഹറിന്റെ പിന്നിൽ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും സിഹറിനെ സമീപിക്കാൻ പാടില്ല. സിഹർ ചെയ്യുന്നവരായി ഒരു ബന്ധവും പാടില്ല. മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ സിഹർ ചെയ്യുന്നവരെ വധിക്കാൻ വേണ്ടി കൽപ്പിക്കാറുണ്ട്. ജുന്ദബ് ഇബ്നു ജുനാദ റളിയല്ലാഹു അൻഹു സിഹർ ചെയ്യുന്നവരെ വധിക്കാൻ വേണ്ടി പറയാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സിഹറിനെ നാം ശ്രദ്ധിക്കുക. അത് കുഫറിലേക്കുള്ള മാർഗമാണ്. അത് നമ്മെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവസ്ഥയിൽ എത്തിക്കും. ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന മാർഗമാണ്.
അതിന്റെ അധിക ഇനങ്ങളും കുഫർ തന്നെയാണ്. അതുകൊണ്ട് സഹോദര, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും സിഹറിനെ നല്ലതായി കാണുന്നുവെങ്കിൽ, സിഹറുമായി വല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്നുവെങ്കിൽ, ചില ആളുകൾക്ക് സിഹർ എന്താണെന്ന് വ്യക്തമായി ബോധ്യമുണ്ടാവുകയില്ല. മറിച്ച് എന്താ പറയുക, ഇന്ന് ഉസ്താദിന്റെ അരികിലേക്ക് പോയാൽ അവർ പിശാചിനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവരുടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ചില ജിന്നുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർ നമ്മെ സഹായിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സിഹറിന്റെ അംശങ്ങൾ കലർന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ഏകനായ റബ്ബിലേക്ക് മടങ്ങുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഉസ്താദുമാരും അവർ ഉപയോഗിക്കുന്ന ജിന്നുകളും അതിന്റെ പിന്നാലെ ഒരു കാരണവശാലും നാം പോകാൻ പാടില്ല. അത് ദീനിനെ തന്നെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു വലിയ പാപമാണ് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പാപങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വൻ പാപങ്ങൾ. നീ നിന്റെ ദീനിനെ തന്നെ നശിപ്പിക്കുന്ന പാപമാണ് നിനക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നീ സംസാരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിയാത്ത കാര്യങ്ങൾ നീ സംസാരിക്കരുത്. ഇന്നസ് സമഅ, നിന്റെ കേൾവി, വൽ ബസറ, നിന്റെ കാഴ്ച, വൽ ഫുആദ, നിന്റെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, എത്രയെത്ര ആളുകളാണ് നിസാരമായി ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഇത്തരത്തിൽ ഭൗതികമായ ഒരു വിഷയത്തിൽ വന്നാൽ അവർ മിണ്ടാതിരിക്കും, അവർക്കറിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള സംസാരം വന്നാൽ, ഇന്ന കച്ചവടം ഹലാലാണോ ഹറാമാണോ എന്ന സംസാരം വന്നാൽ, താടി വടിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന സംസാരം വന്നാൽ, ഒരറിവുമില്ലാത്തവൻ, ഒരു ജ്ഞാനവുമില്ലാത്തവൻ അള്ളാഹുവിന്റെ ദീനിൽ സംസാരിക്കും. അവൻ പറയും, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, എന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. സഹോദര, നിന്റെ അഭിപ്രായം അനുസരിച്ച് സംസാരിക്കാനുള്ളതല്ല ദീൻ. ഇത് അള്ളാഹുവിന്റെ സംസാരമാണ്, ഇത് അള്ളാഹുവിന്റെ വഹിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും നിങ്ങൾ തെറ്റുകാരനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാരണവശാലും അറിവില്ലാതെ സംസാരിക്കരുത്. ഇന്ന് സോഷ്യൽ മീഡിയകൾ വരികയും നാവില്ലാത്തവന് നാവുണ്ടാക്കി കൊടുക്കുകയും എല്ലാവരും അള്ളാഹുവിന്റെ ദീനിൽ സംസാരിക്കുന്ന ഒരു അവസ്ഥ വന്നെത്തുകയും ചെയ്തു. അത് കേൾക്കാൻ ആളുകളുമുണ്ട്. അത്തരക്കാരെ നിങ്ങൾ കരുതിയിരിക്കുക. ആരെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിന്റെ ദീനിൽ അറിയാത്തത് സംസാരിക്കുന്നുവെങ്കിൽ അവൻ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട് പരിശുദ്ധ ഖുർആനിൽ. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, അള്ളാഹു പറയുന്നു, മുഹമ്മദ് അലൈഹിസ്സലാം ഞാൻ പറയാത്ത കാര്യം എന്റെ മേൽ കെട്ടിപ്പറഞ്ഞാൽ, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, ഞാൻ എന്റെ വലതുഭാഗം കൊണ്ട്, വലതു കൈ കൊണ്ട് അവനെ പിടിക്കും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, അവന്റെ നാഡി നരമ്പുകൾ ഞാൻ മുറിച്ചു കളയുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാരണവശാലും അറിയാത്തത് സംസാരിക്കാൻ പാടില്ല. എന്റെ സംസാരം കേൾക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അറിവില്ലാത്തവർ സംസാരിക്കുമ്പോൾ അവരോട് പറയുക, ഇത് നിന്റെ അഭിപ്രായം പറയാനുള്ള കാര്യമല്ല, ഇത് അള്ളാഹുവിന്റെ മതമാണ്. എന്നാൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ പ്രചരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണ് നിങ്ങൾക്കറിയുന്നത് എങ്കിലും അത് നിങ്ങൾ പ്രചരിപ്പിക്കണം. പക്ഷെ അറിയാതെ എനിക്കിങ്ങനെ തോന്നുന്നു, ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ദീനിൽ ഒരു കാരണവശാലും സഹോദര നമുക്ക് സംസാരമുണ്ടാകാൻ പാടില്ല. നമ്മുടെ മുൻഗാമികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു പതിവുണ്ടായിരുന്നില്ല. അവരാരും എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ് ഒരു ഇബാദത്തുകൾ ചെയ്തിട്ടില്ല. അവർ പഠിച്ചു, അവർ മനസ്സിലാക്കി, അറിവുള്ളവരോട് ചോദിച്ചു. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അമവി ഭരണകൂടത്തിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് വേണ്ടി വരുന്നു. ഹജ്ജിന് വന്നപ്പോൾ അദ്ദേഹത്തിന് 2 മക്കൾ കൂടെയുണ്ട്. അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ സംശയം വന്നു. അദ്ദേഹം ചോദിച്ചു, മക്കയിൽ ആരോടാണ് സംശയങ്ങൾ ചോദിക്കാൻ പറ്റുക? പറയപ്പെട്ടു, അതാ ഇബ്നു അബി റബാഹിനോട് ചോദിക്കാം. അതാ താബിഈയാണ്, ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥി റളിയല്ലാഹു അൻഹു. അതാ ഇബ്നു അബി റബാഹിന്റെ അരികിലേക്ക് പോയി. അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. അവിടെ കാത്തിരുന്നു. അദ്ദേഹം നിസ്കരിച്ചതിന് ശേഷം സലാം വീട്ടി. അവർ കരുതി നമ്മോട് സംസാരിക്കാൻ വരുമെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ നിസ്കാരം തീർന്നിരുന്നില്ല. വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിച്ചു. ഭരണാധികാരി കാത്തിരുന്നു. അതിനുശേഷം നിസ്കാരം കഴിഞ്ഞപ്പോൾ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് ചോദിച്ചു, ദുനിയാവിനെ ആഗ്രഹിക്കാത്തവർ, അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നത്? അദ്ദേഹം പറഞ്ഞു, ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ചോദിച്ചു. അദ്ദേഹം മറുപടി നൽകി. തിരിച്ചു പോകുമ്പോൾ തന്റെ മക്കളോട് പറഞ്ഞു, യാ അബ്നാഇ ലാ തക്സല അൻ തലബിൽ ഇൽം, എന്റെ മക്കളെ നിങ്ങൾ ഇൽമ് പഠിക്കണം.
അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇസ്സത്ത് നൽകുന്നത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇൽമിന് ആ ഒരു ഇസ്സത്ത് ആ കാലഘട്ടത്തിൽ പ്രധാനമായും നിലനിന്നിരുന്നത്? ദീനിൽ സംസാരിക്കുന്നത് പണ്ഡിതന്മാർ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളോട് പറയാനുള്ളത്, അറിവില്ലാത്ത ആളുകൾ ദീനിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ എല്ലാവരും. അവർ ഇൽമിന് സ്ഥാനം നൽകി, ആ ഇൽമിന് മഹത്വം നൽകി. പൊതുജനങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്തു. അക്രമകാരികളായ ആളുകളാണെങ്കിൽ പോലും, ഭരണാധികാരികളാണെങ്കിൽ പോലും അവർ ഇൽമുള്ള ആളുകളെ ബഹുമാനിച്ചു. അബു ജഅഫർ അൽ മൻസൂർ, അദ്ദേഹം അബ്ബാസി ഭരണകൂടത്തിലെ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം വളരെ മോശമായ ഭരണം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം സുഫിയാൻ അസ്സൗരി റഹിമഹുള്ളയോട് പറഞ്ഞു, താങ്കൾ ഖളാ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഫ്തിയായി താങ്കൾ ഇരിക്കണം. സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള പറഞ്ഞു, എനിക്കതിന് താല്പര്യമില്ല. അബു ജഅഫർ അൽ മൻസൂർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള പറഞ്ഞു, ഞാൻ നാളേക്ക് അഭിപ്രായം പറയാം. രാത്രിയായപ്പോൾ സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള കൂഫയിൽ നിന്ന് യമൻ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം യാത്രാമധ്യേ ഒരു തോട്ടത്തിലെത്തുകയും ആ തോട്ടത്തിൽ പണിക്കാരനായി അദ്ദേഹം അവിടെ കയറുകയും ചെയ്തു. അങ്ങനെ ആ തോട്ടത്തിൽ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ പണിയെടുത്തു. തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഒരു ദിവസം സുഫിയാൻ അസ്സൗരിയോട് ചോദിച്ചു, എന്റെ തോട്ടത്തിലെ ഈത്തപ്പഴങ്ങൾ, അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള പറഞ്ഞു, ഞാൻ ഇതുവരെ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം പോലും കഴിച്ചിട്ടില്ല. ഇത് കേട്ട ആ തോട്ടത്തിനുടമ സുഫിയാൻ അസ്സൗരിയോട് ചോദിച്ചു, ഇങ്ങനെ പറയാൻ നീ ആരാണ്? സുഫിയാനാണോ? ആ തോട്ടത്തിന്റെ ഉടമക്ക് അറിയില്ലായിരുന്നു ഇത് സുഫിയാനാണെന്ന്. ചോദിച്ചു, നീ സുഫിയാനാണോ? അദ്ദേഹം മിണ്ടിയില്ല. അങ്ങനെ അദ്ദേഹം തോട്ടത്തിന്റെ ഉടമ തന്റെ സുഹൃത്തിനോട് ഒരിക്കൽ പറഞ്ഞു, എനിക്കൊരു പണിക്കാരനുണ്ട്, ആ വ്യക്തി എന്റെ തോട്ടത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം പോലും ഇതുവരെ കഴിച്ചില്ല എന്നാണ് പറയുന്നത്. ഇത് കേട്ട ആ സുഹൃത്ത് ചോദിച്ചു, അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രൂപം, അദ്ദേഹം കാണാൻ എങ്ങനെയാണ്? രൂപങ്ങളൊക്കെ പറയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സുഫിയാൻ അസ്സൗരിയാണ്. അങ്ങനെ ഈ രണ്ടാളുകളും തിരിച്ചു വന്നു. ഈ രണ്ടാളുകളും സുഫിയാൻ അസ്സൗരിയുടെ അരികിലേക്ക് വരികയും സുഫിയാൻ അസ്സൗരിയെ അബൂ ജഅഫർ അൽ മൻസൂർ എന്ന് പറയുന്ന ആ ഭരണാധികാരിക്ക് പിടിച്ചുകൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അവിടുന്ന് രാത്രി സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള പുറപ്പെട്ടു. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് കയറി അവിടുന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തെ ചില ആളുകൾ അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരിൽ ആരോപണം ഉന്നയിച്ചു. യമനിലെ ഭരണാധികാരിക്ക് മുമ്പ് സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള ഹാജരാക്കപ്പെട്ടു. സഹോദരങ്ങളെ, യമനിലെ ഭരണാധികാരി സുഫിയാൻ അസ്സൗരി റഹിമഹുള്ളയുടെ രൂപം കണ്ടപ്പോൾ അദ്ദേഹം ഒരിക്കലും അത്തരത്തിൽ മോഷ്ടിക്കുന്ന ഒരാളല്ല എന്ന് രൂപം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് അബ്ദുള്ള എന്നാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അവനോട് കൂടുതൽ സംസാരിക്കാതെ അവന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കണം. ഭരണാധികാരി എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറഞ്ഞതിനു ശേഷം പറഞ്ഞു, അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, സുഫിയാൻ ഇബ്നു സഈദ് ഇബ്നു മസ്റൂഖ് അസ്സൗരി റഹിമഹുല്ലാ. അദ്ദേഹം ആ പേര് പറഞ്ഞു. ഈ സമയം യമനിലെ ഭരണാധികാരി അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം, നിന്നെ ആരും ദ്രോഹിക്കുകയില്ല. അവർ ഇൽമിന്റെ മഹത്വം നൽകി. അവരുടെ ജീവിതത്തിൽ അതിന്റെ ആധാറുകൾ കണ്ടപ്പോൾ ഭരണകൂടങ്ങൾ അവരെ സംരക്ഷിച്ചു. സഹോദരങ്ങളെ, സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, യമനിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, വീണ്ടും ഞാൻ മക്കയിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു പോവുകയും മക്കയിൽ താമസമാക്കുകയും ചെയ്തപ്പോൾ ആദ്യത്തെ ഭരണാധികാരി അബൂ ജഅഫർ അൽ മൻസൂർ, അവന് വിവരം ലഭിച്ചു സുഫിയാൻ അസ്സൗരി മക്കയിലുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യത്തെ മക്കയിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, സുഫിയാൻ അസ്സൗരിയെ പിടിച്ച് കഅബാലയത്തിൽ കെട്ടിയിടണം, ഞാൻ നേരിട്ട് അവനെ വധിച്ചു കളയും എന്ന് പറഞ്ഞു. സുഫിയാൻ അസ്സൗരി റഹിമഹുള്ളയുടെ കൂടെ സുഫിയാൻ ഇബ്നു ഉയൈനയും ഫുളൈൽ ഇബ്നു ഇയാദും അവിടെയുണ്ട്. സുഫിയാൻ ഇബ്നു ഉയൈന സുഫിയാൻ അസ്സൗരിയോട് പറഞ്ഞു, താങ്കൾ എവിടെയെങ്കിലും മാറിയിരിക്കുക. അദ്ദേഹം പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, ഞാൻ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിലാണ്, ഞാൻ ഈ ദുനിയാവിന്റെ ആഗ്രഹങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പരീക്ഷണങ്ങൾ. അദ്ദേഹം രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി റബ്ബിനോട് പറഞ്ഞു, അള്ളാഹുവേ, അബൂ ജഅഫർ അൽ മൻസൂറിന് മക്കയിലേക്ക് പ്രവേശിക്കാൻ നീ ഭാഗ്യം നൽകരുത്. മക്കയുടെ ഹുദൂദുകളിൽ, അതിന്റെ അതിർവരമ്പുകളിൽ എത്തിയപ്പോൾ അബൂ ജഅഫർ അൽ മൻസൂറിനെ മലക്കുൽ മൗത്ത് വരികയും അവനെ മരിപ്പിക്കുകയും ചെയ്തതായി ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറു അലാമിൻ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ ദീൻ അത്രയും ഇസ്സത്തുള്ളതായിരുന്നു. അതിനെ വഹിച്ചവർ ഇത്രയും വിലപ്പെട്ട ആളുകളാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ആർക്കും വന്ന് സംസാരിക്കാനുള്ള ഒരു മേഖലയല്ല റബ്ബിന്റെ ദീൻ, മറിച്ച് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടവരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവർ മാത്രം അത് സംസാരിക്കട്ടെ. അതല്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മിണ്ടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നെങ്കിൽ ഒന്നുകിൽ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് യാതൊരു കാരണവശാലും അറിവില്ലാത്ത കാര്യങ്ങൾ ദീനിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വൻ പാപമാണ് നിസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കുക എന്നുള്ളത്. എത്ര ആളുകളാണ് സഹോദരങ്ങളെ നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കുന്നത്? നിസ്കാരം ഖളാ ആക്കുന്നവർ. ഇമാം ഇബ്നു ഹസ്ം റഹിമഹുള്ളയുടെ അഭിപ്രായം അനുസരിച്ച് ഖളാ എന്ന് പറയുന്ന ഒരു കാര്യം ദീനിലില്ല.
നിസ്കാരം ഖളാ ആക്കുന്നവർ രാവിലെ ഫജ്ർ നിസ്കാരം ഇപ്പോൾ നേരത്തെയാണ്. ചില ആളുകൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് അലാറം വയ്ക്കുക? അവരുടെ രാവിലെ ജോലിയുടെ സമയം അനുസരിച്ച് അലാറം വയ്ക്കുന്ന ആളുകൾ. എത്ര ഗുരുതരമാണ് കാര്യം. നീ നിന്റെ നിസ്കാരം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് നീ പിന്തിപ്പിക്കുക എന്നുള്ളത് എത്ര ഗുരുതരമായ പാപമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ഏറ്റവും നല്ല അമൽ ഏതാണ്? അവിടുന്ന് പറഞ്ഞു, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. എന്നാൽ ജമാഅത്ത് പാഴാക്കുന്നത് അതിനു പുറമെ നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട്, ഫജ്ർ നിസ്കാരം ഖളാ ആയതിനു ശേഷം, അതിന്റെ സമയം പോയതിനു ശേഷം നിസ്കരിക്കുന്ന ആളുകൾ എത്ര ഗുരുതരമായ പാപങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ ഒരു വ്യക്തി ചെയ്താൽ അവൻ കാഫിറാണ്, അവൻ കാഫിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനർ റജുലി വബൈനൽ കുഫ്രി തർക്കുസ് സ്വലാ, ഒരു വിശ്വാസിയുടെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ്. അങ്ങനെ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവന്റെ മേൽ ജനാസ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. അതുപോലെ തന്നെ അവന്റെ ഭാര്യയുമായി, മുസ്ലിമായ ഭാര്യയുമായി അവൻ രാത്രിയിൽ പങ്കിടാൻ പാടില്ല, കൂടെ ജീവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ മഖാബിറുകളിൽ അവനെ മറവ് ചെയ്യാൻ പാടില്ല. ഇത്രയും ഗുരുതരമായ പണ്ഡിതന്മാർ ഈ കാര്യം ഉണർത്തിയിട്ടും ഇന്ന് എത്ര ആളുകളാണ് സഹോദരങ്ങൾ ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്തത്? ജമാഅത്ത് പാഴാക്കുന്നത് ധാരാളം ആളുകൾ, പക്ഷെ നിസ്കാരം തന്നെ അതിന്റെ സമയത്തെ തൊട്ട് തെറ്റിക്കുന്ന ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ആരെങ്കിലും അവരുടെ ഫജ്ർ നിസ്കാരം പാഴാക്കുന്നവരുണ്ടെങ്കിൽ, ഖളാ ആക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സ്വഹാബത്തിന്റെ ജീവിത ചരിത്രത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഫജ്റിന് ശേഷം താങ്കൾ ഉറങ്ങുകയാണോ? അദ്ദേഹം പറഞ്ഞു, അത്രയും മോശപ്പെട്ട ഒരു ജനവിഭാഗമാണോ ഞങ്ങൾ? ഫജ്റിന് ശേഷം ഉറങ്ങാൻ മാത്രം മോശപ്പെട്ടവരാണോ ഞങ്ങൾ? അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സ്വഹാബത്തിന്റെ പിൻഗാമികൾ എന്ന് പറയുന്ന ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഒരു കാരണവശാലും നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കാൻ പാടില്ല. ലാലക്കായി റഹിമഹുല്ല പറയുന്നതായി കാണാം, നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താ? അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിസ്കാരം ഒഴിവാക്കുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നാം തയ്യാറാകണം. അത് വൻ പാപമാണ്. നീ നിന്റെ ഫജ്ർ നിസ്കാരം അത്തരത്തിൽ മനഃപൂർവ്വം സമയത്തെ തൊട്ട് ബന്ധിച്ചാൽ നിന്റെ ചെറുപാപങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുകയില്ല. വലിയ പാപങ്ങൾ അതിന്റെ മുകളിൽ കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വൻ പാപങ്ങളും ചെറിയ പാപങ്ങളും ഒഴിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. സഹോദരങ്ങളെ, ഇന്ന് ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിരിക്കുന്ന മറ്റൊരു വലിയ പാപമാണ് കുടുംബബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത്. കുടുംബബന്ധത്തിന് വേണ്ടതുപോലെ വില നൽകാതിരിക്കുക എന്നുള്ള കാര്യം. ഇന്ന് പല ആളുകളും അവരുടെ ഉമ്മയുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങൾ ഇങ്ങനെ അടുത്ത കുടുംബവുമായി ബന്ധം ചേർക്കാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് യുവാക്കളിൽ പലരും. കുടുംബത്തിന് ശരീഅത്ത് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അർറഹിമു ശിജ്നതും മിനർ റഹ്മാൻ. കുടുംബബന്ധം എന്ന് പറയുന്നത് അല്ലാഹുവുമായി നമ്മെ ചേർക്കുന്ന കാര്യമാണ്. അല്ലാഹു പറഞ്ഞു, മൻ വസലഹാ വസൽതുഹു വമൻ ഖതഅഹാ ഖതഅതുഹു. കുടുംബബന്ധം ചേർക്കുന്നവനെ ഞാനും ചേർക്കുന്നതാണ്, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവനെ അവനും ഞാനുമായി യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബുമായി നിങ്ങൾക്ക് നല്ലൊരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബബന്ധങ്ങൾ നിങ്ങൾ ചേർക്കുക. ഒരു കാരണവശാലും കുടുംബബന്ധം മുറിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി. യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ തന്നോട് ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് മാത്രം അങ്ങോട്ട് ചേർക്കുന്നവനല്ല. അവൻ കുടുംബബന്ധം ചേർക്കുന്നുവെങ്കിലും അതല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം. മറിച്ച് വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ. തന്നോട് ബന്ധം വിച്ഛേദിക്കുന്നവരോട് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അവനാണ് അഭിനന്ദിക്കപ്പെടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നമ്മോട് ബന്ധം വിച്ഛേദിച്ചവരുണ്ട് എങ്കിൽ അവരോട് നാം ബന്ധം സ്ഥാപിക്കുക. ഇന്ന് എത്ര നിസാര വിഷയങ്ങളുടെ കാര്യത്തിലാണ് ബന്ധങ്ങൾ തെറ്റപ്പെടുന്നത്. ചെറിയ സ്ഥലങ്ങളുടെ പേരിൽ,
ഈ ദുനിയാവിൽ ഒരുപക്ഷെ അതിന് വലിയ വിലയുണ്ടാവുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ. ഈ ഭൂമി അതിൽ ഉള്ള എല്ലാ വസ്തുക്കളടക്കം അള്ളാഹുവിങ്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു നൽകിയിരുന്നെങ്കിൽ ഒരു കാഫിറിന് പോലും അള്ളാഹു വെള്ളം നൽകില്ലായിരുന്നു. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു ഈ ഭൂമിക്ക് നൽകിയിട്ടില്ല. പിന്നെ എന്തിനാണ് സ്ഥലങ്ങളുടെ പേരിൽ ഞങ്ങൾ ബന്ധങ്ങൾ ഒഴിവാക്കുന്നത്? നമ്മുടെ കുടുംബവുമായി സ്ഥലത്തിന്റെ പേരിൽ ബന്ധം വിച്ഛേദിച്ചവരുണ്ട് എങ്കിൽ, ഭൗതികമായ ഏത് താല്പര്യങ്ങളുടെ പിന്നിൽ ബന്ധം വിച്ഛേദിച്ചവരുണ്ട് എങ്കിലും ആ ബന്ധം നിങ്ങൾ പുനഃസ്ഥാപിക്കുക. ഇനി അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നിങ്ങൾ ബന്ധം വിച്ഛേദിച്ചത് എങ്കിൽ അത് ഇബാദത്താണ്. അതല്ലാതെ ഭൗതികമായ കാര്യങ്ങളുടെ വിഷയങ്ങളിൽ ഒരു കാരണവശാലും ബന്ധങ്ങൾ വിച്ഛേദിക്കാതിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ഖറാബതൻ അസ്ലുഹും വയഖ്തഊനനി. പ്രവാചകരെ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും, പക്ഷെ അവരെന്നോട് ബന്ധം വിച്ഛേദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടുന്ന് ആ സ്വഹാബി പിന്നീട് പറഞ്ഞു, വഉഹ്സിനു ഇലൈഹിം വയുസീഊന ഇലൈ. ഞാൻ എത്ര നന്മ ചെയ്താലും അവർ എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. വഅഹ്ലുമു അൻഹും വയജ്ഹലൂന അലൈ. ഞാൻ പലതും സഹിക്കുന്നു അവരിൽ നിന്ന്, പക്ഷെ അവരാകട്ടെ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, ലൈൻ കാന കമാ ഖുൽത. നീ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ഫകഅന്നമാ തുസിഫുഹുമുൽ മൽ. നീ അവനെ ചുട്ട് പൊഴിപ്പിച്ച കല്ലുകൾ അവർക്ക് നീ ഭക്ഷിപ്പിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആഖിറത്തിൽ അത് കാരണത്താൽ ശിക്ഷയുണ്ട്. നീ സഹിക്കണം. നീ അതൊക്കെ സഹിച്ചുകൊണ്ട് നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക്. നീ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മോട് ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവരാണെങ്കിലും അങ്ങോട്ട് ബന്ധം വിച്ഛേദിക്കാതിരിക്കുക. ഇത് ഞാൻ പല ഖുതുബകളിലും പറയാറുള്ളത് പോലെ കേവലം ഒരു ഖുതുബയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നതായി നിങ്ങൾ എടുക്കരുത്. മറിച്ച് നിങ്ങൾ പോയതിനു ശേഷം സ്വന്തം വിചിന്തനം നടത്തുക. എന്റെ ഉമ്മയുമായി അല്ലെങ്കിൽ എന്റെ ഉമ്മയുടെ കുടുംബവുമായി എന്റെ ഉപ്പയുടെ കുടുംബവുമായി ഞാൻ ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എങ്കിൽ റബ്ബിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാനത് നന്നാക്കുമെന്ന തീരുമാനം നിങ്ങൾ എടുക്കുക. കാരണം സഹോദര, നീ മരിക്കേണ്ടതാണ്. അതിനുശേഷം ഈ കൽപ്പനകളൊക്കെ നമ്മെ കൽപ്പിച്ച അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണം. അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുകയും ചെയ്യും. ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. അള്ളാഹുവിനും നിങ്ങൾക്കുമിടയിൽ ഒരാളും ഉണ്ടാവില്ല. നേരിട്ട് റബ്ബ് നിങ്ങളോട് ചോദിക്കും. റബ്ബ് നിങ്ങളോട് ചേർക്കാൻ വേണ്ടി പറഞ്ഞ കുടുംബബന്ധം നിങ്ങൾ ചേർത്തില്ല എങ്കിൽ ആ ബന്ധം വിച്ഛേദിച്ചവനുമായി എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ റബ്ബ് നിങ്ങളെ വിചാരണ നടത്തുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതുപോലെ ഫഇന്നഹു മൻ നൂഖിശൽ ഹിസാബ ഹലക്. അള്ളാഹു ആരെങ്കിലും വിചാരണ ചെയ്യണമെന്ന തീരുമാനമെടുത്താൽ അവൻ നശിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ യദ്ഖുലുൽ ജന്നത ബിഅമലി. നിങ്ങളിൽപ്പെട്ട ഒരാളും അവരുടെ അമലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, താങ്കളുടെ അമലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോവോ? സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിൽ. ഞാനും അല്ലാഹുവിന്റെ റഹ്മത്തില്ല എങ്കിൽ സ്വർഗ്ഗത്തിൽ പോവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഹദീസുകളൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താ? നമ്മുടെ കുടുംബവുമായി നല്ല ബന്ധം വെക്കുക. അവസാനത്തെ വിഷയം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു തിന്മ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിലക്കിയിരിക്കുന്ന വ്യഭിചാരവുമായി ഇന്ന് ജനങ്ങൾ അലസത കാണിക്കുകയാണ്. ആ വിഷയം ലളിതമായി ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ഇന്ന് എത്രയോ യുവാക്കൾ അവർ സ്കൂളുകളിൽ പഠിക്കുമ്പോഴും മറ്റും ബെസ്റ്റ് ഫ്രണ്ടായി പെൺകുട്ടികളെ സ്വീകരിക്കുന്നു, അവരുടെ കൂടെ കറങ്ങി നടക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഓരോരോ വ്യക്തിയും അവരുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന വ്യത്യസ്തമായ വ്യഭിചാരങ്ങളുണ്ട്. കണ്ണുകൊണ്ട് ഹറാമായി നിനക്ക് അനുവദനീയമല്ലാത്ത പെണ്ണിനെ നീ നോക്കി അത് നീ രസിക്കുന്നുവെങ്കിൽ അത് നീ കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. അങ്ങനെയുള്ള പ്രവർത്തനത്തിലേക്ക് നീ നടന്നാൽ കാലുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്, വ്യഭിചാരമാണ്. ഇത്തരത്തിൽ അന്യ സ്ത്രീകളുമായി മോശപ്പെട്ട ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകൾ, എനിക്ക് എന്റെ സഹോദരങ്ങളോട്, ശബ്ദം കേൾക്കുന്ന യുവാക്കളോട്, യുവതികളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും അത്തരത്തിലുള്ളൊരു ബന്ധം നിങ്ങൾക്കുണ്ടായിക്കൂടാ. അത് അല്ലാഹുവെ കോപിപ്പിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഅഖിൽ ബിൻ യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റുവയാനിയുടെ മുസ്നദിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, ലഅൻ യുതഅന ഫീ റഅസി റജുലിൻ ബിമിഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ഇംറഅതൻ ലാ തഹില്ല ലഹു.
തനിക്ക് അനുവദിക്കപ്പെടാത്ത മഹ്റമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് ഓരോരുത്തരും അവരുടെ തലയിൽ ആണിയടിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇന്ന് യാതൊരു ശ്രദ്ധയുമില്ല. പെൺകുട്ടികൾ സംസാരിക്കുന്നത് മഹ്റമാണോ അല്ലയോ എന്ന ചിന്ത അവർക്കില്ല. പുരുഷന്മാർ സംസാരിക്കുമ്പോൾ ഇസ്ലാം വെച്ചിരിക്കുന്ന പരിധി അനുസരിച്ചാണോ അവർ സംസാരിക്കുന്നത് എന്ന ബോധം അവർക്കില്ല. എന്നിട്ട് എന്ത് പറയും? ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ. വല്ലാഹി, അള്ളാഹുവിന്റെ ദീൻ എല്ലാ കാലഘട്ടത്തേക്കും ഉള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹു കാണുന്നു എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ എത്രയെത്ര വാർത്തകൾ കാണുന്നു. ഒരു പ്രശ്നവുമില്ലാത്തവർ പെട്ടെന്നൊരു ദിവസം അസുഖം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു, അവർ മരണപ്പെടുന്നു. ഈ ഒരു ദുരവസ്ഥ നമുക്ക് വന്നുകൂടാതെയില്ല. അതുകൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് നിങ്ങൾ ബോധം നൽകുക. അവർ സ്കൂളുകളിൽ പോകുന്നവരാണെങ്കിൽ റബ്ബിനെ കുറിച്ച് അവർക്ക് നിങ്ങൾ ബോധം നൽകുക. ചില ആളുകളൊക്കെ അവരുടെ പെൺകുട്ടികൾ മോശമായ വഴിയിലെത്തിയാൽ കൗൺസിലിംഗിന് കൊണ്ടുപോകും. അവിടെ എത്തി പല വിഷയങ്ങളും പറഞ്ഞു കൊടുക്കും. ഒരു പക്ഷേ കുറച്ചു ദിവസത്തേക്ക് അവരുടെ മക്കൾ നന്നാകുമായിരിക്കാം, ഒരു പക്ഷേ സംഭവിച്ചേക്കാം. പക്ഷേ അവർ യഥാർത്ഥത്തിൽ നന്നാകണമെങ്കിൽ അതിനുള്ള ഏക മാർഗം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അവരുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. റബ്ബിനെ ഭയക്കാത്തവൻ ഒരു സൃഷ്ടിയെയും ഭയക്കുകയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് നന്നാകാത്തവൻ ഒരു കാര്യം കൊണ്ട് നന്നാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറാമായ ബന്ധങ്ങൾ, ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ്, ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ആളുകൾ കൊണ്ട് നടക്കുമ്പോൾ റബ്ബിനെയാണ് ധിക്കരിക്കുന്നത് എന്ന ബോധം അവർക്കുണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ മഹ്റമായ ആളുകളെ നമ്മൾ സംരക്ഷിക്കുക. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഭാര്യയുടെ കൂടെ അന്യപുരുഷനെ ഞാൻ കണ്ടാൽ അവനെ ഞാൻ വധിച്ചു കളയും. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ പറഞ്ഞു, എത്ര കഠിനമായിട്ടാണ് സഅദ് ഇബ്നു ഉബാദ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് ഇബ്നു ഉബാദയുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഭയക്കുകയാണോ? അദ്ദേഹത്തിന്റെ ഗീറത്ത്, അദ്ദേഹത്തിന്റെ ഈർഷ്യത കണ്ട് നിങ്ങൾ പേടിക്കുകയാണോ? അള്ളാഹു ഇതിനേക്കാളും ഈർഷ്യതയുള്ളവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുക, അവരെ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചു നടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് റബ്ബിന്റെ ദീനാണ്. അതിൻ്റെതായ അധ്യാപനങ്ങളുണ്ട്. കഴിഞ്ഞ ഖുതുബകളിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഈ ദീനിനൊന്നും ബാധിക്കാനില്ല. പക്ഷേ നമ്മെ കാത്തിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നരകമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, ഓരോരോ തവണയും കത്തിക്കരിയുമ്പോഴും വീണ്ടും വീണ്ടും പുതിയ പുതിയ തൊലികൾ ഇട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹു നരകത്തിൽ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷ നമുക്ക് വരാനുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവുക. ഹറാമായ ബന്ധങ്ങൾ നമുക്ക് പാടില്ല. ഹറാമായ സ്ത്രീകളുമായി ബന്ധങ്ങൾ വെക്കാൻ പാടില്ല. അത് ആധുനികമായി ഏത് പേരുകൾ ഇട്ട് വിളിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതാണ്. നല്ല സ്ത്രീകളുടെ അടയാളം പറയുമ്പോൾ സൂറത്തുൽ മാഇദയിൽ നല്ല പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ വലാ മുത്തഖിദാതി അഖ്ദാൻ, അവർ ഗേൾഫ്രണ്ടുകളെ സ്വീകരിക്കാത്തവരാണ്, അശീഖാത്തുകളെ സ്വീകരിക്കാത്തവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിന്റെ ദുനിയാവിൽ അല്ലാഹു നൽകുന്ന ഭക്ഷണം കഴിച്ച്, അല്ലാഹു നൽകുന്ന വെള്ളം കുടിച്ച്, അവൻ നൽകുന്ന വായു ശ്വസിച്ച് ജീവിക്കുമ്പോൾ അവനെ നാം അനുസരിക്കുക. അതിൽ നമുക്ക് എല്ലാവിധ ഖൈറുകളുമുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാം അനുവദിക്കുന്ന ഒരു പ്രായമെത്തിയാൽ, അതിനുള്ള മാനദണ്ഡങ്ങൾ പൂർത്തിയായാൽ അവർ വിവാഹം ചെയ്തുകൊണ്ട് അവരുടെ ശരീരത്തെ സൂക്ഷിക്കുക. അതല്ലാതെ ഹറാമായ ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ അത് വൻ പാപമാണ്, അള്ളാഹുവിൽ അകറ്റിക്കളയുന്ന കാര്യമാണെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവുക. എല്ലാ ഖൈറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജ് പിൻപറ്റുന്നതിലാണ്, എല്ലാ ഷർറും അതിന് വിപരീതമായി പിൻപറ്റുമ്പോഴാണ്. ചില ആളുകളൊക്കെ ഇന്ന് നമ്മെ വശീകരിച്ചുകൊണ്ട് പറയും, ഈ കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമാണ്, ഈ കാലഘട്ടത്തിൽ അതൊക്കെ സംഭവിക്കും. ഒരു കാലഘട്ടവുമില്ല. റബ്ബിന്റെ ദീൻ അവസാന നാൾ വരെ അതൊന്നു തന്നെയാണ്. അതുകൊണ്ട് ഒരു ഹറാമും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, പുരുഷന്മാർ, യുവാക്കൾ മഹ്റമുടെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കുക. നമ്മുടെ ഭാര്യ പ്രഗ്നന്റ് ആയി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ സ്കാൻ ചെയ്യുന്നിടത്ത് അവിടെ പുരുഷന്മാരുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ധാരാളം ഹോസ്പിറ്റലുകൾ നമുക്കിന്ന് സ്ത്രീകൾ സ്കാൻ ചെയ്യുന്ന സെന്ററുകളുണ്ട്. അവിടെ നമ്മൾ പോയി സ്കാൻ ചെയ്യുക. ചില ആളുകൾ ഇതൊക്കെ നിസാരവൽക്കരിക്കും. അങ്ങനെ പുരുഷന്മാർ മാത്രമുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണുള്ളത് എങ്കിൽ നമുക്ക് അവിടെ ശരിയായ ചില ഇളവുകൾ നൽകും. അതല്ലാതെ സ്ത്രീകളുള്ള സ്ഥലങ്ങളാണെങ്കിൽ സ്ത്രീകളെ സമീപിക്കുക. കല്യാണ വീടുകളിൽ ആണും പെണ്ണും കൂടിക്കലരുന്ന അവസ്ഥയില്ലാതിരിക്കുക. നിങ്ങൾ തന്നെ എത്രയെത്ര വാർത്തകൾ കേൾക്കുന്നു, ആണും പെണ്ണും കൂടിക്കലർന്ന് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഫിത്നകൾ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹുവിനെ, അവന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് ജീവിക്കാനും, റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുള്ളവരായി മരിക്കാനും നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന സമയം മലക്കുകൾ വന്ന്, ഇതാ നിങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിച്ചതുകൊണ്ട് ജീവിച്ചത് കാരണത്താൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക്
സമാധാനവും സന്തോഷവും, മരണസമയം വേദനയില്ലാത്ത മരണവും, അവസാനം റബ്ബിന്റെ അരികിലേക്ക് എത്തിയാൽ ഇതാ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന് എന്ന് പറഞ്ഞ് ആ വിരുന്ന് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.